നാരായണ ഫർണിച്ചർ, ഓപ്പോസിറ്റ് നീലിക്കാവ് ടെമ്പിൾ, കയറമ്പാറ, ഒറ്റപ്പാലം. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ കാട്ടുകുളം പൂളയ്ക്കൽ പറമ്പ് പാടത്ത് സാമൂഹ്യവിരുദ്ധർ വാഴത്തൈകൾ വെട്ടി നശിപ്പിച്ചതിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കർഷക സംഘം നേതാക്കൾ സംഭവസ്ഥലം സന്ദർശിച്ചു. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ കാട്ടുകുളം പൂളയ്ക്കൽ പറമ്പ് പാടത്ത് 3 മാസത്തിലേറെ പ്രായമുള്ള വാഴത്തോട്ടത്തിലെ 150-ലധികം വാഴകൾ സാമൂഹ്യവിരുദ്ധർ വെട്ടി നശിപ്പിച്ചതിൽ അന്വേഷണം തൃപ്തികരമല്ലെന്ന് കർഷക സംഘം നേതാക്കൾ. തോട്ടര സ്വദേശിയായ മുജീബ് റഹ്മാൻ ഉടമസ്ഥതയിലുള്ള വാഴകളാണ് കഴിഞ്ഞ ദിവസം സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചത്. തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. എങ്കിലും അന്വേഷണം തൃപ്തികരമല്ല എന്ന് നേതാക്കൾ പറഞ്ഞു. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് കർഷക സംഘം ഏരിയ സെക്രട്ടറി പി സുബ്രഹ്മണ്യൻ പറഞ്ഞു. സമൂഹത്തിലെ കർഷകർക്ക് സംരക്ഷണം നൽകാൻ CPIM-ഉം കർഷക സംഘവും പ്രതിജ്ഞാബദ്ധമാണെന്നും BJP നേതാക്കളെന്നും പറഞ്ഞു നടന്ന് സാമൂഹ്യ വിപത്തുക്കളാക്കുന്നവരെ താക്കീത് ചെയ്തു നിർത്താൻ BJP നേതൃത്വം തയ്യാറാകണമെന്ന് CPIM ഏരിയ സെക്രട്ടറിയും കർഷക സംഘം ഏരിയ പ്രസിഡന്റുമായ K. ജയദേവൻ പറഞ്ഞു. ആരോപണം കൃത്യമായും സമീപത്തെ സ്വകാര്യ വ്യക്തിക്കെതിരെയാണ്. ഇതിനു മുമ്പും ഈ വ്യക്തിക്കെതിരെ അയാളുമായി ബന്ധപ്പെട്ട വേറെയും പരാതികളും മറ്റും വന്നിട്ടുണ്ട്. എന്തു തന്നെയായാലും പോലീസ് കൃത്യമായ അന്വേഷണം നടത്തണം. അല്ലാത്ത പക്ഷം കർഷകന് പൂർണ്ണ പിന്തുണയുമായി CPIM കർഷക സംഘവും ഉണ്ടാകുമെന്നും ജയദേവൻ പറഞ്ഞു. ഈ പാടത്തിന്റെ തൊട്ടടുത്ത് മധുചന്ദ്രൻ എന്ന പേരിൽ ഒരു വ്യക്തി താമസിക്കുന്നുണ്ട്. അയാൾക്ക് ഈ കൃഷിഭൂമി വേണം എന്ന ആഗ്രഹമുണ്ടായിരുന്ന ആളാണ് എന്ന് പറയുന്നു. അത് ഇദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ അയാളുടെ ആവശ്യം ഇയാൾ ഈ കൃഷിഭൂമി ഉപേക്ഷിച്ച് ഇവിടുന്ന് പോകണം. ഈ ഭൂമി അയാൾക്ക് കിട്ടണം. അയാൾക്കത് സൗകര്യമാണ്. അയാളുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അപ്പോൾ അതിനുവേണ്ടി നാനാതരത്തിൽ ഈ സാധു മനുഷ്യനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങളായി. നേരത്തെയും പോലീസ് സ്റ്റേഷനിൽ പരാതിയെല്ലാം ഉണ്ടായിട്ടുണ്ട്. വാഴ വയ്ക്കാൻ വേണ്ടി ഇവിടെ ട്രാക്ടറെല്ലാം ഇറങ്ങാൻ തീരുമാനിക്കുന്ന സമയത്ത് അത് തടയുന്നു. മധുചന്ദ്രൻ്റെ നേതൃത്വത്തിൽ അത് പരാതി കൊടുക്കുന്നു. തഹസിൽദാരും മറ്റും അവർക്ക് ഇല്ലാത്ത അധികാരമുണ്ട് എന്ന് നടിച്ച് ആ വണ്ടി അവിടെ നിന്ന് കയറിപ്പോകാൻ ആവശ്യപ്പെടുന്നു. അവസാനം അവർ കൂലിക്ക് ആളെ വെച്ച് പണിയെടുത്തിട്ടാണ് ഈ വാഴ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇയാളിത് ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് പോകണം. അതാണ് ആവശ്യം. അതിനുവേണ്ടി ബുദ്ധിമുട്ടിക്കുകയാണ്. കർഷക സംഘം വില്ലേജ് സെക്രട്ടറി അജിത് കുമാർ, LC സെക്രട്ടറി അശോക് കുമാർ, വള്ളൂർ രാമകൃഷ്ണൻ, ജാനു, വിജേഷ്, ശരത്, സുബ്രഹ്മണ്യൻ എന്നീ കർഷക സംഘ നേതാക്കളും സ്ഥലം സന്ദർശിച്ചു. കൃഷിക്കാരൻ പെടാപ്പാട് പെട്ടുകൊണ്ട് അവൻ്റെ ഒരു ജീവിതോപാധി എന്ന നിലയ്ക്ക് പ്രത്യേകിച്ച് ഈ മുജീബ് ഇവിടെ വാഴ കൃഷി ആരംഭിച്ച് അതിൻ്റെ ഒരു തുടക്കത്തിൽ തന്നെ സുമാർ 150ഓളം വാഴകൾ വെട്ടി നശിപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. പൂക്കോട്ടുകാവിൽ തന്നെ ആലുംകുളം പരിസരത്തും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കടമ്പഴിപ്പുറത്ത് വാഴയും കവുങ്ങും വെട്ടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഇതൊരു സംഘടിതമായി നെഞ്ഞൂക്കോടുകൂടി പ്രവർത്തിക്കുക എന്ന ദുഷ്ടലാക്കോടുകൂടി പ്രവർത്തിക്കുന്ന ചില പ്രവർത്തനങ്ങളാണ്. ഇതിനെതിരായി മുജീബ് കർഷക സംഘം പ്രവർത്തകരോടും പൊതുപ്രസ്ഥാനത്തിനോടുമെല്ലാം ഇതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. പോലീസ് സ്റ്റേഷനിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. MLA-ക്കും പരാതി കൊടുത്ത ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ട്. ഇത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയില്ല എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.